ചിന്തിച്ച് ചിന്തിച്ച് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ചെറിയ കാര്യം മതി അതിനെ ചുറ്റിപ്പറ്റി 100,000 കഥകൾ നിങ്ങളുടെ തലക്കുള്ളിൽ മെനയപ്പെടുന്നുണ്ടോ? അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? നാളെ ഇതൊക്കെ നടന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇത് ഇന്ന് ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെ നിർത്താൻ പറ്റാത്ത ഒരു റേഡിയോ പോലെ നമ്മുടെ തലക്കുള്ളിൽ ചിന്തകൾ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഒന്ന് താഴെ ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് ഇത് ശരിയാണെങ്കിൽ. സത്യത്തിൽ ഈ ചിന്തകളാണ് നമ്മുടെ ഊർജം മുഴുവൻ ചോർത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ അമിത ചിന്തയെ, ഈ ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ എന്നേക്കുമായി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും? ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എങ്ങനെ ചിന്തകളെ നിയന്ത്രിക്കാമെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ശാസ്ത്രീയമായും ആത്മീയമായി ഒരു സിമ്പിൾ ടെക്നിക്ക് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ തലയിലുള്ള ആ വലിയ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അവസാനം ഒരു വീഡിയോ കാണുക. അവസാനം ഒരു ചെറിയ ടെക്നിക്ക് കൂടി തരുന്നുണ്ട്. അമിതമായ ചിന്തകളെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക്. റെഡിയാണല്ലോ അല്ലെ? അപ്പോൾ റെഡിയാണെങ്കിൽ എല്ലാവരും തയ്യാറായിക്കോളൂ. നമസ്കാരം, ഞാൻ ദിനേശ് മുങ്ങത്ത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഒരു ട്രെയിനറാണ്, കോച്ചാണ്, അതുപോലെ തന്നെ ഓത്തറാണ്. എൻ്റെ ആദ്യത്തെ പുസ്തകമാണ് മനസ്സൊരു വിസ്മയം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞ് നിങ്ങളെ കൂടുതൽ സമയം എടുപ്പിക്കുന്നില്ല. ഇത്രയാണ് കഥ. എന്താണ് ഈ അമിത ചിന്ത എന്ന് പറയുന്ന കാര്യം ഒന്ന് മനസ്സിലായി. അണ്ടർസ്റ്റാൻഡിങ് ദ ലൂപ്പ് എന്ന് പറയുന്ന സാധനം. നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്, പക്ഷേ ചിന്തകൾ നമ്മളെ വേട്ടയാടാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം. ചിന്തകൾ ഒരു കാട് പോലെയാണ്. ഒരു ചിന്തയിൽ നിന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അവിടെ നിന്ന് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെ? നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ അങ്ങനെ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇങ്ങനെ ചിന്തകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാവും ഈ ക്ലാസ്സൊക്കെ കാണാൻ തുടങ്ങിയ ശേഷം. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോളൂ. ഇപ്പോഴും ഉള്ളവർ യെസ് ഒന്ന് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത്. ഇതാണ് നിങ്ങൾ കൺഫർമേഷൻ. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോ അങ്ങനെ നമ്മൾ ചിന്തകളാകുന്ന ഒരു ലൂപ്പിൽ പെട്ടിങ്ങനെ കുടുങ്ങി കടന്നു. പലരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ? കൂടുതൽ ചിന്തിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാവുന്നു. ഞാനും അങ്ങനെ ആയിരുന്നു. ചിന്തിച്ച് റെഡിയാക്കി എടുക്കണം ഈ സാധനത്തെ എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ തെറ്റാണത്. എന്നാൽ സത്യം അതല്ല. അമിത ചിന്ത ഒരിക്കലും പ്രശ്നപരിഹാരം ഉണ്ടാക്കില്ല. പകരം അത് നമ്മുടെ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയേ ഉള്ളൂ എന്നുള്ള സത്യം ഒന്ന് അറിയണം. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെയും സന്തോഷത്തെ കൊല്ലുന്ന ഒരു സൈലന്റ് കില്ലറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത്. അമിത ചിന്തയുടെ അപകടങ്ങൾ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, അമിത ചിന്തകൾ കൊണ്ട് ഞാൻ വയ്യാതായി, എനിക്ക് പറ്റാതെയായി. ഞാൻ വേറൊരു വീഡിയോ ഇതിനെപ്പറ്റി വിശദമായി ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടേക്കുക. അമിത ചിന്ത കൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. പക്ഷെ അമിത ചിന്തകൾ അപകടങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പദം. അപ്പോ ഈ അമിത ചിന്തകൾ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു 3 കാര്യങ്ങൾ പറഞ്ഞുതരാം, ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അമിത ചിന്തകൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് അനലൈസ് പാരലൈസ് എന്ന് പറയുന്ന സംഭവം. അതായത് ഒരു ചെറിയ തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ നമ്മൾ തളർന്നു പോകുന്നു എന്നുള്ള അവസ്ഥ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഫേക്ക് റിയാലിറ്റി എന്ന് പറയുന്ന സാധനം. അത് ഭയങ്കര സംഭവമുള്ള ഒരു കാര്യമാണ്. നടക്കാത്ത കാര്യത്തെക്കുറിച്ച് പോലും പേടിച്ച് ശരീരം യഥാർത്ഥത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരവസ്ഥ. സംഭവമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, പക്ഷെ നമ്മളത് അനുഭവിച്ച് ആകെ എക്സ്ട്രോസ്റ്റഡ് ആയി പോകുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനർജി ലീക്ക് എന്ന് പറയുന്ന സാധനമാണ്. ഒരു ദിവസം മുഴുവൻ പണിയെടുത്തതിനേക്കാളും ക്ഷീണം വെറുതെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഓർക്കുക ഒരേ ഒരു കാര്യം, നമ്മുടെ മനസ്സ് ഒരു ഭാവനാ ലോകത്ത് യുദ്ധം നടത്തുകയാണ് ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. അവിടെ മുറിവേൽക്കുന്നത് ആർക്കാണ്? നമുക്ക് മാത്രമാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓരോ ദിവസവും പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മനസ്സിലാക്കി തരാൻ പറ്റുന്നത് ട്യൂൺ യുവർ മൈൻഡ്സ് ആയിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ മാസ്റ്റർ യുവർ മൈൻഡ് ആയിക്കഴിഞ്ഞാലോ, ജേർണി ടു ഹാപ്പിനെസ് ആയിക്കഴിഞ്ഞാലോ, ഇമോഷണൽ മാസ്റ്ററി ആയിക്കഴിഞ്ഞാലോ, ഇതെല്ലാം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത് ചിന്തയും നിങ്ങളും ഒന്നല്ല എന്ന് സത്യം മനസ്സിലാക്കുക. ഈ ചിന്തയുടെ ട്രാപ്പ് എന്താണ് എന്ന് തിരിച്ചറിയുക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാറ്റം വരുത്തേണ്ടത് ഇവിടെയാണ് പ്രിയ സുഹൃത്തുക്കളെ. ആ പവർഫുൾ ആയ മാറ്റം നിങ്ങൾക്ക് വരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ യെസ് ഐ നീഡ് എന്ന് താഴെ ഒന്ന് ടൈപ്പ് ചെയ്തേ. ആ പവർഫുൾ ആയിട്ട് മാറ്റത്തിന് നിങ്ങൾ റെഡി ആണെങ്കിൽ യെസ് ഐ നീഡ് ഒന്ന് താഴെ ടൈപ്പ് ചെയ്തേ. പറഞ്ഞോട്ടെ. അപ്പോ ചിന്തകൾ താങ്ക് യു. ചിന്തകളെ നിർത്താൻ ശ്രമിക്കരുത് എന്നാണ് ആദ്യം പറയാനുള്ളത്.
നമുക്ക് നമ്മൾ ചിന്തകളെ നിർത്താൻ ശ്രമിക്കുന്നത്തോളം അത് കൂടുതൽ ശക്തിയോട് തിരിച്ചു വരുമെന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ എളുപ്പത്തിൽ പറയാൻ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരിക്കലും കുരങ്ങനെ പറ്റി ചിന്തിക്കാൻ പാടില്ല. അല്ലേ? കുരങ്ങനെ പറ്റി ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുരങ്ങിന്റെ ചിത്രമാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നത് തന്നെയല്ലേ? ഇത് എന്താണ്? ഇത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെയേ വരുള്ളൂ. അതുകൊണ്ട് കുരങ്ങനെ പറ്റി ചിന്തിക്കരുത് എന്ന് പറയുന്നത് പോസിബിളായ കാര്യമേ അല്ല. അതുകൊണ്ട് ചിന്തയെ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ പ്രക്രിയകളെയല്ല, ചിന്തയോടുള്ള നിങ്ങളുടെ സമീപനം മാറ്റാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ചിന്തകൾ മേഘങ്ങളെ പോലെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ ആകാശമാണ്. ആകാശം മേഘങ്ങളെ തടയാറില്ല എന്ന് സത്യം അറിയുമ്പോൾ ആകാശങ്ങളിലൂടെ ഒഴുകി പോകുന്ന മേഘങ്ങൾക്ക് ആകാശത്തെ ഒന്നും ചെയ്യാനുമില്ല എന്ന് സത്യം കൂടെ അറിയണം. അപ്പോൾ ചോദ്യം എന്താണ്? സാർ ഇതൊക്കെ റെഡിയാണ്, പക്ഷെ ഈ അമിത ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യുക നമ്മള്? ചോദ്യം ഉണ്ടോ? ചോദ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാം അല്ലെ? ചോദ്യം ഉള്ളവരാണല്ലോ ഇത് കേൾക്കുന്നവർക്കുണ്ടല്ലോ ചോദ്യം അല്ലെ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വീണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ അവസാനം എനിക്കിട്ട് വെക്കാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പൊ അമിത ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ വിദ്യ പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നോക്കണം. കാരണം ഈ ചിന്തകളുടെ ഇടയിൽ അത് മറന്നുപോകും. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കിയേ, ഉണ്ടല്ലോ, ഉണ്ട്. സബ്സ്ക്രൈബ്. ഇനി ജോയിൻ വേണം ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് വെച്ചോ. പല വീഡിയോസും വളരെ പവർഫുൾ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം മെമ്പേഴ്സ് ഉള്ളിയാക്കി മാത്രം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മെമ്പേഴ്സായി ജോയിൻ ചെയ്താൽ മാത്രം കിട്ടുന്നതാണ്. മെഡിറ്റേഷൻ പോലുള്ളതും അഫർമേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഭാഗമായി മാറാനായിട്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കയറി വരിക. എല്ലാ കാര്യങ്ങളും കോഴ്സിനെ പറ്റിയും ഡീറ്റെയിൽസ് എല്ലാം വിശദമായി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യും. നോക്കൂ, അമിത ചിന്ത വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ചിന്തകളെ മനസ്സിനെ കാട് കയറുന്നു എന്ന് തോന്നുമ്പോൾ ഉറക്കെ അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയുക. എന്താല്ലേ, ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇതെല്ലാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രിക്കാണ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ചിന്ത നിൽക്കുക തന്നെ ചെയ്യും. പിന്നെ അടുത്ത പരിപാടി നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ്. രണ്ടാമത്തെ പരിപാടി, നിങ്ങൾ ഇവിടെ ഏത് പൊസിഷനിലാണോ നിന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇരുന്നിരിക്കുന്നത്, കിടന്നിരിക്കുന്നത്, ആ പൊസിഷനിൽ ഉടനെ തന്നെ അങ്ങ് മാറുക. മൂവ് യുവർ ബോഡി ഫ്രം ദ പൊസിഷൻ. ബോഡി മൂവ്മെന്റിലൂടെ എല്ലാം മാറും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 5 ഇന്ദ്രിയങ്ങളെയും കൊണ്ട് അവിടേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അതായത് ഇത് വളരെ പവർഫുൾ ആയ ടെക്നിക്കാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന 5 കാര്യങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന 4 കാര്യങ്ങളെ കേൾക്കുക. അതായത് നമ്മളെ 5 to 1 ടെക്നിക്ക് എന്നാണ് ഇത് പറയാം. അതായത് നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് കാണാൻ സാധിക്കുന്ന 5 കാര്യങ്ങളെ കാണുക. 1 2 3 4 5 കണ്ടു. 4 കാര്യങ്ങളെ കേൾക്കുക. ഫാനിന്റെ ശബ്ദമുണ്ട്, മൊബൈലിന്റെ ബെല്ലടിക്കുന്നുണ്ട്, AC-യുടെ ശബ്ദം കേൾക്കാം, AC-യുടെ ഫാനിന്റെ ശബ്ദം കേൾക്കാം, അവിടെ കിച്ചണിൽ എന്തോ പണി നടക്കുന്നുണ്ട്. ഇങ്ങനെ 5 ശബ്ദങ്ങൾ കേൾക്കുക, അല്ല 4 ശബ്ദങ്ങൾ കേൾക്കുക. രണ്ടാമത്, നിങ്ങളുടെ ശരീരത്തെ സ്പർശിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ തിരിച്ചറിയാം. കോട്ട് സ്പർശിച്ചിട്ടുണ്ട്, വാച്ച് സ്പർശിച്ചിട്ടുണ്ട്, കണ്ണട സ്പർശിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്, മണക്കാൻ സാധിക്കുന്ന 2 കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക. ചിലപ്പോൾ മണക്കാൻ അന്നേരം പറ്റുന്നില്ല, ഓർക്കുക. ചായയുടെ മണം, ഏലക്കയുടെ മണം, ഇങ്ങനെയുള്ള മണം ഒന്ന് കൊണ്ടുവരിക. ഇനി ചായ പറഞ്ഞപ്പോ ഇവിടെ വന്നു, നാവില് രുചി വന്നു അല്ലെ? ഒന്ന് നാക്കില് രുചി കൊണ്ടുവരിക. ഇത് ചെയ്യുമ്പോ നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യുന്നറിയോ? ഭാവനയിൽ നിന്നും അത് പ്രസന്റ് മൊമെന്റിലേക്ക് മാറും, അല്ലെങ്കിൽ വർത്തമാന കാലത്തേക്ക് മാറും. അത് യാഥാർത്ഥ്യമാണ്, അതിന് അംഗീകരിക്കും. അവിടെ ആ ചിന്തകൾ നമ്മളെ വിട്ടുപോകും, നമ്മൾ മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആ പൊസിഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു മൂവ് ചെയ്യുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാൽ മൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ വേലക്കാരനാണ് എന്ന് മനസ്സിലാക്കുക, അല്ലാതെ യജമാനനല്ല.
നമ്മൾ പറയുന്നിടത്ത് നിൽക്കാൻ അതിനെ പരിശീലിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇതിന്റെ ആർട്ട് എന്ന് പറയുന്നത് അവിടെയാണ്. ശാന്തമായ ഒരു മനസ്സ് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് എന്ന് തിരിച്ചറിയാം. അത് നേടാൻ വലിയ വിദ്യകളൊന്നും വേണ്ട, ഒന്ന് ഉണർന്നിരുന്നാൽ മാത്രം മതി എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന് താഴെ ഇപ്പൊ കമന്റ് ചെയ്തോളൂ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ കമന്റ് ഒന്ന് നോക്കിയിട്ട് ആ ചിന്ത നിങ്ങൾ അലട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ സിമ്പിൾ ടെക്നിക്ക്. വളരെ കൃത്യമായി പറഞ്ഞു നിങ്ങളുടെ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോ എല്ലാവർക്കും ഇത് ഗുണകരമായി മാറിയെങ്കിൽ യെസ് ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞോളൂ. അടുത്ത ഭാഗത്ത് നമുക്ക് എന്തുകൊണ്ട് ഇത്ര ചിന്തകൾ വരുന്നു എന്നതിനെ പറ്റി സംസാരിക്കാം. ചിന്തകളുടെ വേരുകൾ നമ്മൾ അവിടെ എവിടെ കണ്ടെത്തുന്നു എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. കൂടെ ഉണ്ടാവൂലേ? ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമുക്ക് കൂടെ യാത്ര പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിരിക്കും, കാരണം ചിന്തകളെ പറ്റിയാ പറഞ്ഞല്ലേ. കുഞ്ചൻ പറഞ്ഞ പോലെ കഥ ഇഷ്ടപ്പെടിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇത് യഥാർത്ഥത്തെ പറ്റിയല്ലേ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുകൂടി താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഈ പറയുന്ന പ്രസന്റേഷൻ ശരിയല്ലെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്ത് വേണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പോയിന്റ് ഒന്ന് താഴെ പറഞ്ഞേക്കുക. നമുക്ക് സന്തോഷമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.